ഓക്കെ, ഇന്ന് നമ്മൾ ഒരു സർക്യൂട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു സർക്യൂട്ട് സിമുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, പേര് LTSPICE. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് സിമുലേറ്റ് ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ഫങ്ഷൻ പറയാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കോമ്പോണൻ്റാണുള്ളത്. ഒന്ന് ഒരു ബാറ്ററി, ഒന്നൊരു റെസിസ്റ്റർ. ബാറ്ററി നോഡ് വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, പോസിറ്റീവ് നെഗറ്റീവ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. നമുക്ക് ഈ ബാറ്ററിക്കൊരു വോൾട്ടേജ് കൊടുക്കാം, ഒരു 12 വോൾട്ട്. റെസിസ്റ്ററിന് വാല്യൂ കൊടുത്തിട്ടില്ല, നമുക്ക് റെസിസ്റ്ററിന് വാല്യൂ കൊടുക്കാം 10 ഓം. 10 ഓം റെസിസ്റ്റർ 12 വോൾട്ട് ബാറ്ററിക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ സർക്യൂട്ടിൽ ആദ്യമുള്ളത് ഒരു ബാറ്ററിയാണ്. ബാറ്ററിക്ക് 2 പ്ലേറ്റ് ഉണ്ടാവും. നമുക്കൊരു അപ്പോൾ ബ്രഷ് ഇതാണ് നമ്മുടെ ബാറ്ററി. ബാറ്ററിക്ക് 2 നോഡ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. വാട്ട് ഈസ് ഇൻസൈഡ് ബാറ്ററി? ബാറ്ററിയിൽ കെമിക്കൽസ് ആണുള്ളത്. അപ്പോൾ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയായിരിക്കും? അത് ബാറ്ററിയുടെ കെമിസ്ട്രിയെ ആശ്രയിച്ചിരിക്കും. ഫസ്റ്റ് നമ്മൾ ആദ്യം ബാറ്ററി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെല്ലുകളാണ്. അപ്പോൾ ഒരു സെല്ല് നമ്മൾ 15 രൂപ കൊടുത്ത് റിമോട്ടിലൊക്കെ വാങ്ങിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ക്ലോക്കിലൊക്കെ മേടിച്ചിടുന്ന ഒരു ബാറ്ററി, അതൊരു സെല്ലാണ്. അത് ഒരു കാർബൺ ബാറ്ററിയാണ്. ഒരു കാർബൺ സെല്ലാണ്. ബാറ്ററി അല്ല, ഒരു കാർബൺ സെല്ലാണ്. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഈ കാർബൺ സെല്ലിനകത്ത്, ഇതിനെ കാർബൺ സെല്ലെന്ന് വിളിക്കാൻ കാരണം ഈ ബാറ്ററിയുടെ കെമിസ്ട്രി കാർബൺ ആണ്. ആ കാർബൺ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോമിനൽ വോൾട്ടേജ് 1.5 വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ബാറ്ററി കൂടെ കണക്ട് ചെയ്യാം. നെഗറ്റീവ്, പോസിറ്റീവ്. ഒരു 15 രൂപയുടെ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ്, പോസിറ്റീവ്. ആ പോസിറ്റീവിൽ അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ്, പോസിറ്റീവ്. ഇപ്പോൾ ഇതൊരു സെല്ലല്ല, ഇതൊരു ബാറ്ററിയാണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്. ഇനി സീരീസ് ആയിട്ട് വേണമെന്നില്ല, നമുക്ക് പാരലൽ ആയിട്ടും കണക്ട് ചെയ്താലും അതിനെ നമ്മൾ ബാറ്ററി തന്നെ വിളിക്കുക. അപ്പോൾ ഇതിപ്പോൾ 1.5ൻ്റെ 2 ബാറ്ററി സീരീസ് ചെയ്തതായതുകൊണ്ട് ഈ ടോട്ടൽ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. അതുപോലെ ഇതിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ള എനർജിയാണ്. അത് ആംബിയറിലാണ് പറയുക. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു സെല്ലിനകത്ത് 1 ആംബിയർ കറണ്ടാണുള്ളതെന്ന് നമുക്ക് സപ്പോസ് അനുമാനിക്കാം. അത്രയൊന്നും ഉണ്ടാവില്ല, 1 ആംബിയർ ആണെന്ന് കരുതിയാൽ ഈ 2 സീരീസ് ആയി വെക്കുമ്പോൾ നമ്മൾ ആംബിയർ 1 ആംബിയർ ആയിട്ട് എടുക്കുക. സീരീസ് ആകുമ്പോൾ, പാരലൽ ആകുമ്പോൾ 2 ആംബിയർ എടുക്കണം. ഇവിടെ 1 ആംബിയർ ഇൻറ്റു 1.5 വോൾട്ട് എന്ന് പറയുമ്പോൾ 1.5 വാട്ട് ടോട്ടൽ പവറുള്ള ഒരു ബാറ്ററി പാക്കാണിത്. ഓക്കെ, സോ ഇതൊരു ബാറ്ററി, 15 രൂപ കൊടുത്ത് വാങ്ങുന്ന ബാറ്ററി. അതിൻ്റെ അടിയിൽ അതൊരു കാർബൺ സെല്ലാണ്. ആ സെല്ലിനകത്ത് നെഗറ്റീവ്, അതിൻ്റെ പോസിറ്റീവിൽ ഒന്നും കൂടി സീരീസ് ആയി നമ്മൾ കൊടുത്തു. സീരീസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബാറ്ററിയാണ്. അതിന് ഒരു സെല്ലല്ല. ആ 2 സെല്ലിൻ്റെ ടോട്ടൽ വോൾട്ടേജ്, നോമിനൽ വോൾട്ടേജ് 3 വോൾട്ടായി മാറും. ബാറ്ററി വോൾട്ടേജ് പിന്നെ 3 വോൾട്ടായിട്ട് മാറും. ടോട്ടൽ കറണ്ട് 1 ആംബിയർ ആയതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഈക്വൽ ടു 1.5 വാട്ട്സ് പവർ ഈ ബാറ്ററി സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഈ കെമിസ്ട്രിക്ക് അനുസരിച്ചിരിക്കും ബാറ്ററിയുടെ നോമിനൽ വോൾട്ടേജ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ബാറ്ററി, അത്
അതിനകത്തുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ലീഡ് ആസിഡാണ്. ലീഡ് ആസിഡ് ബാറ്ററി അല്ല, ലീഡ് ആസിഡ് സെല്ലിൻ്റെ ഒരു സിംഗിൾ സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് ലൈക്ക് 2 സംതിങ് ആണ്. അതാണ് ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ് വരിക. അപ്പം നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ ബാറ്ററിനകത്ത് ഒരു സെല്ലല്ല ഉണ്ടാവുക, 6 സെല്ലുണ്ടാവും. അപ്പം ടോട്ടൽ ഏകദേശം 12 വോൾട്ട് ബാറ്ററി എന്നാണ് നമ്മൾ പറയുക. അത് ടോട്ടൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 14.4 വോൾട്ട് വേണ്ടി വരും. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ പോവുക 10.5 ഒക്കെ ആയിരിക്കും. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയി പോകും. സോ ഇതാണ് ബാറ്ററിയുടെ ഒരു ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ബാറ്ററിയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് നെഗറ്റീവ് പ്ലേറ്റ്സും പോസിറ്റീവ് പ്ലേറ്റ്സും ഉണ്ട്. നെഗറ്റീവ് പ്ലേറ്റ്സിൽ സാധാരണയായിട്ട് ഉണ്ടാവുക എന്താണ്? ഇലക്ട്രോൺസുകളാണ് ഇതിന് നെഗറ്റീവ് പ്ലേറ്റിൽ ഉണ്ടാവുക. പോസിറ്റീവ് പ്ലേറ്റിൽ ഉണ്ടാവുക ഹോളുകളാണ്. എന്താണ് ഈ ഇലക്ട്രോൺസ് ഹോൾ എന്ന് പറഞ്ഞാൽ? ഇത് പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിച്ച പോലെ ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിലൊരു സംഭവം ഉണ്ടാകും. നമ്മളതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. പിന്നെ അതിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ട് ചുറ്റിലും ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ ഇലക്ട്രോണിൻ്റെ സ്റ്റേബിൾ നമ്പർ ഉണ്ടാവും. ആ ആറ്റത്തിൻ്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് സ്റ്റേബിൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. ഇലക്ട്രോൺസ് എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവമാണ് ഈ ഇലക്ട്രോൺസ്. ഇതിന് ചുറ്റും തിരിഞ്ഞു കളിക്കുന്ന ഈ ഇലക്ട്രോൺസുകളാണ് നമ്മുടെ നെഗറ്റീവ് പ്ലേറ്റ്സിലുള്ളത്. ഒരാറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ വിഘടിച്ച് ഇതിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഹോളിൽ അത് ഫിറ്റ് ആകുക എന്നുള്ളതാണ്. ഹോളിനെ തേടിയിട്ടാണ് അത് പോവുക. അപ്പോൾ എന്താണ് ഈ ഹോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ വിഘടിപ്പിച്ച് കഴിഞ്ഞു നോക്കുക. ഈ ഇലക്ട്രോൺ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേക്കൻ്റ് പൊസിഷൻ ഉണ്ടാവുമല്ലോ, അതാണ് ഹോൾ. അപ്പോൾ ആ ഹോളിന് നമ്മുടെ ബാറ്ററിയുടെ ഒരു സൈഡിലുള്ളത് ഇലക്ട്രോണുകളാണ്, നെക്സ്റ്റ് സൈഡിലുള്ളത് ഹോളുകളാണ്. ഇത് തമ്മിൽ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പ്ലേറ്റ്സിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റ്സിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ സർക്യൂട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്ന ഇതിനിപ്പം 12 വോൾട്ട് ഉണ്ട്. ഇതിൽ കറണ്ട് നെഗറ്റീവ് പ്ലേറ്റ്സിൽ നിന്ന് ത്രൂ ദി റെസിസ്റ്റർ പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് പോവുക. പക്ഷേ ഇവിടെയാണ് ഇലക്ട്രോണിക്സിലെ ഏറ്റവും വലിയൊരു മിസ്റ്ററി, തുടക്കകാലങ്ങളിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അതായത് ആദ്യകാലങ്ങളിൽ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത കണ്ടിരുന്നത് നേരെ ഓപ്പോസിറ്റായിരുന്നു. അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ്. ആ മനുഷ്യൻ്റെ ധാരണ ചേഞ്ച് ആയത് വാക്യൂം ട്യൂബിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. വാക്യൂം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിൽ ഇതിനകത്ത് എല്ലാ വായു കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു വാക്യൂമായിട്ടുള്ളൊരു ട്യൂബാണ്. ഇതിലൂടെ ഇലക്ട്രോൺ കടത്തി വിട്ടിട്ട് വേറെ ചില പിക്ചർ ട്യൂബ് പോലുള്ള സംഗതികൾ നമുക്ക് അങ്ങനെ ഡെവലപ്പായി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടുപിടുത്തം നടത്തുന്ന സമയത്താണ് നമുക്ക് ഇത് നെഗറ്റീവ് എന്ന് പോസിറ്റീവിലോട്ടാണ് വരുന്നതെന്ന് മനസ്സിലായത്. അതുവരെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതായത് ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത നെഗറ്റീവ് ടു പോസിറ്റീവാണ് ശരിക്കും യഥാർത്ഥത്തിൽ. പക്ഷേങ്കിൽ തുടക്കകാലങ്ങളിൽ, അതായത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ഇനി ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ചത് കാരണം എത്രത്തോളം ഇലക്ട്രോൺസ് ഇതിനകത്തൂടെ പോകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വിദ്യാർത്ഥിൻ്റെ കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. ഇനി നമുക്ക് വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയും. അപ്പോൾ I is equal to V/R. അത് മനസ്സിലാക്കാൻ ഇതുപോലൊരു സംഭവം വരച്ചാൽ മതി. പിരമിഡ് ഇതിനകത്ത് വരിക V/R. നമുക്ക് ഇവിടെ ഇനി I ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ V
ആയി നമ്മൾ മറച്ച് പിടിക്കുക. അപ്പോൾ V/R നമ്മുടെ V എത്രയാണ്? വോൾട്ടേജ് 12, R എത്രയാണ്? 10. അപ്പോൾ ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 1.2 ആംബിയർ കറണ്ട് ഇതിനകത്തോടെ ഇപ്പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ ഈ ഒരു അത് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സിമുലേറ്റ് ചെയ്യാം. DC ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒരു 5 സെക്കൻഡ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇതാണ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ തൊട്ട് മുകളിലുള്ള വോൾട്ടേജ് 12 വോൾട്ട്. ഇനി റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് 1.2 ആമ്പ്. കണ്ടില്ലേ, 1.2 ആമ്പ് കറണ്ടാണ് ഇതിനകത്തൂടെ പോകുന്നത്. ഇനി നമ്മൾ ഈ റെസിസ്റ്റർ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ഓം റെസിസ്റ്റർ ആക്കാം. 1 ഓം റെസിസ്റ്ററിനകത്ത് V/R എന്ന് പറയുമ്പോൾ V12/R. 1 നേരത്തെ 10 ആയിരുന്നു, ഇപ്പോൾ റെസിസ്റ്റർ 1 ഓം ഉള്ളൂ, അപ്പോൾ 1 കൊടുത്തു. അപ്പോൾ ടോട്ടൽ 12 ആംപിയർ കറണ്ട് ഈ റെസിസ്റ്ററിനകത്തോടെ പോകണം. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങോട്ട് സിമുലേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ദ കറണ്ട്? കണ്ടല്ലേ, 12 ആംപിയർ കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മേലോട്ട്. ഇതാണ് ഒരു ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബേസിക് വളരെ ഫണ്ടമെൻ്റലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസും ഹോൾസും, ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു വേക്കൻ്റ് പൊസിഷനാണ് ഹോൾ. ഇലക്ട്രോൺ അപ്പോൾ ഹോളിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഈ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. ഇനി ഈ വയറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വയറുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ സംഭവങ്ങളാണ്. അതിനകത്ത് ഈ ആറ്റങ്ങൾ, കോപ്പർ ആറ്റത്തിൻ്റെ അതിൽ എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ ഇലക്ട്രോണുകൾ നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഈ വയറിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അത് എയിംലെസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഒന്ന് വേറൊരു ഹോളിലേക്ക് പോയി ചായും, മറ്റൊന്ന് വേറൊരു ഹോളിലേക്ക് പോയി ചായും. പക്ഷെ ഇവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി എല്ലാത്തിനും ഈ വയറിലുള്ള ഇലക്ട്രോണുകൾക്കും ഈ നെഗറ്റീവ് പ്ലേറ്റ്സിലുള്ള ഇലക്ട്രോണിക്സിനും ഒരു എന്താ പറയുക, ഒരു എയിം കിട്ടും, അങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വോൾട്ടേജിനനുസരിച്ചും ഈ കറണ്ടിനൊക്കെ അനുസരിച്ച്, ഇതിൻ്റെ റെസിസ്റ്റൻസിനൊക്കെ അനുസരിച്ച് ഫ്ലോ നെഗറ്റീവ് ടു പോസിറ്റീവ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.